ടർബോ എഞ്ചിൻ ഓൺ ചെയ്ത പോലെയാണെന്ന് മിഥുൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എഡിറ്റ് തുടങ്ങി കഴിഞ്ഞാൽ ടർബോ, അതുകൊണ്ടാണ് ടർബോ ജോസ് എന്ന് വിളിക്കുന്നത്. അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വരുമ്പോൾ ഓപ്പോസിറ്റും അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വേണമല്ലോ. അതാണ് വെട്രിവേൽ ഷൺമുഖസുന്ദരം. ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ റീസെന്റ് നോക്കുകയാണെങ്കിൽ ആവേശന്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഞാൻ മീറ്റ് ചെയ്തിരുന്നു ആ ടീം. Those are the things they had asked in one meeting. Slang. എന്നൊക്കെ പറയാം. അത് ചെയ്യുമ്പോൾ ഒരു നല്ല ഒരു കൺവിക്ഷൻ വേണം. അത്ര കൺവിക്ഷനാൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത്ര റീച്ച് ആയത്. രൺബീർ കപൂർ തന്നെ പറഞ്ഞില്ലേ, പടം ഫഹദ് പെർഫോമൻസ്. പിന്നെ IPL മറ്റേ സുനിൽ നരേൻ തൊട്ട് അശ്വിൻ തൊട്ട് നോക്കുമ്പോ അവരുടെയൊക്കെ പേജിൽ കരിങ്കാളി അല്ലേ. ഓൺലൈൻ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ ഞാൻ പോയിട്ട് അവിടെ കാണും. സോ സ്പോട്ടിൽ കാണും. അവിടെ കാണുമ്പോൾ മമ്മൂട്ടി സാർ ഇങ്ങനെ വരും, എന്താ അല്ല ഫൈറ്റ് തിയേറ്ററിൽ കണ്ടാൽ മതി. ബട്ട് ഐ ആം നോട്ട് ഏബിൾ ടു സ്റ്റോപ്പ്. 100 കോടി പടവും 150 കോടി പടമൊക്കെ മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ള ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ എന്നായിരുന്നു 2018 എന്ന് പറഞ്ഞൊരു സിനിമ വരേണ്ടി വന്നു. 2018 ബ്രേക്ക് ഒരു വർഷത്തിനുള്ളിൽ മഞ്ഞുമ്മൽ ബ്രേക്ക് ചെയ്തു. ഇപ്പം ആണെങ്കിൽ എല്ലാ മാസവും 100 കോടി പടങ്ങളാണ്. നല്ല പടങ്ങൾ. അത് വെരി ഹാപ്പി ന്യൂസ്. നമ്മൾ ഒരിക്കലും 100 കോടി പടങ്ങൾ ചിന്തിക്കാതിരുന്ന ഒരു സമയത്ത് അതിന്റെ ഓൾമോസ്റ്റ് 100 കോടിക്ക് അടുത്ത് വന്നത് പ്രേമമായിരുന്നു. പിന്നെ അപ്പം നിവിൻ പോളി എന്ന് കറക്റ്റായിട്ട് പറയൂലായിരുന്നു ആരും. നിതിൻ പോളി, നവീൻ പോളി. അപ്പം നമ്മൾ പ്രേമത്തിന് അൽഫോൺസ് പോസ്റ്റ് ഇട്ടത് എൻ്റെ പുതിയ പടം, രണ്ടാമത്തെ പടം പ്രേമം എന്നാണ് ടൈറ്റിൽ ചെയ്തിരുന്നത്. ഇതിലെ നായകൻ്റെ പേര് നിതിൻ പോളി അല്ല, നവീൻ പോളി അല്ല, നിവിൻ പോളി എന്നാണ് പറയുന്നത്. അതായത് അന്നും നേരത്തിൻ്റെ സമയത്ത് പറയാൻ നമ്മൾ ആരും ഒന്നുമല്ല, അത് 5Dയിൽ എടുത്ത പടമാണ് നേരം എന്ന് പറയുന്നത്. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ച് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് എന്താണ് അറിയാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, വി ഓൾ ആർ വെയിറ്റിംഗ്. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ് ടർബോ, എസ്പെഷ്യലി മമ്മൂക്ക മൂവി. ആൻഡ് അതിലെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും. അപ്പോൾ എന്താണ് പരിപാടികൾ, നിങ്ങളുടെ പരിപാടികളും പറയൂ. ടർബോ എന്തായാലും ട്രെയിലർ നിങ്ങൾ കണ്ടല്ലോ, അതാണ് ടർബോ. അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആയിരിക്കും. അതിൻ്റെ അകത്ത് വേറൊരു സ്റ്റോറി ഉണ്ട്, അതിട്ട് നമ്മൾ ട്രെയിലറിൽ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ടറിയുക. ഒരു ക്ലീൻ ട്രെയിലറിൽ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ട്. ഒരു ക്ലീൻ മാസ് മസാല എൻ്റർടൈനറാണ് ഉദ്ദേശിക്കുന്നത്. ആ ജോണറിൽ അധികം മലയാളം പടങ്ങൾ വന്നിട്ടില്ല. പക്ഷെ അത് ജോണർ മലയാളം പടങ്ങൾ എടുത്ത് സൂപ്പർ ഹിറ്റ് ആക്കിയ ഒരു സംവിധായകനാണ് വൈശാഖേട്ടൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റ്, വലിയ വമ്പൻ ഒരു താരാനിര തന്നെ ഈ സിനിമയുടെ പുറകിലുണ്ട്. വലിയൊരു ക്യാൻവാസിലുള്ള ഒരു പടമാണ്. അധികം വരുന്നില്ലല്ലോ ഈ ജോണറിലുള്ള പടങ്ങളൊക്കെ. നമ്മൾ പണ്ട് സ്ഥിരമായിട്ട് ഇപ്പോൾ ഷാജി കൈലാസ് അല്ലെങ്കിൽ അമ്പുക്കയുടെ രാജമാണിക്യം, പിന്നെ പോക്കിരി രാജ ഉണ്ടായിരുന്നു, മധുരരാജ വന്നു, പുലിമുരുകൻ, അങ്ങനെ തുടങ്ങി ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു പടമാണ്. തമിഴിലും തെലുങ്കിലും കന്നഡയിലൊക്കെ അങ്ങനെ ഒരുപാട് പാൻ ഇന്ത്യൻ ലെവലിൽ ഈ ജോണറിലുള്ള പടങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ഒരു മാസ് പരിപാടി. അതായത് നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടോ? ഇപ്പൊ ട്രെയിലറിൽ കണ്ട പോലെയും അതുപോലെ നമുക്കവിടെ ലുക്കിൽ കണ്ട പോലെയും ഒരു ഫുൾ ഓൺ ഒരു ടർബോ എഞ്ചിൻ ഓൺ ചെയ്ത പോലെയാണെന്ന് മിഥുൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എഡിറ്റ് തുടങ്ങി കഴിഞ്ഞാൽ ടർബോ, അതുകൊണ്ടാണ് ടർബോ ജോസ് എന്ന് വിളിക്കുന്നത്. അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വരുമ്പോൾ ഓപ്പോസിറ്റും അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വേണമല്ലോ. അതാണ് വെട്രിവേൽ ഷൺമുഖസുന്ദരം. Now I am giving you the baton. You can run off. പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ്. ഫസ്റ്റ് വൈശാഖ് സാർ ഈ സ്ക്രിപ്റ്റ് എനിക്ക് നരേഷൻ കൊടുക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി പേടിയായി. ഇത് ഇത്ര വലിയ ക്യാരക്ടർ, ഇത്ര വലിയ ക്യാൻവാസ് എനിക്ക് ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന്. ഇതുവരെ ഞാൻ ഒരു എൻ്റർടൈനറിൽ ഇല്ലെങ്കിൽ കമേഴ്ഷ്യൽ പടത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. സോ അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ അവരുടെ ക്ലാരിറ്റിയിൽ എനിക്ക് മനസ്സിലായി, ഓക്കെ, ഇഫ് I do what he asked me to do, I think we can pull off the character easily. So that's what I tried to do. So എനിക്ക് ഈ ടർബോ പ്രോജക്റ്റ് ഒരു ഫിലിം സ്കൂളിൻ്റെ പോലെ. അവിടെ ഉള്ള ആൾക്കാർ, അത് അവിടുത്തെ ടെക്നീഷ്യൻസ്, മമ്മൂട്ടി സാറുടെ ആക്ടിങ്, ആ ടെക്നീഷ്യൻസിൻ്റെ പാഷന്, ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ വിഷ്ണു ശർമ്മ, പിന്നെ ഇതിൻ്റെ ഫൈറ്റ് കൊറിയോഗ്രാഫർ ഫീനിക്സ് പ്രഭു, പിന്നെ ഇതിൻ്റെ എഡിറ്റർ ഷമീർ മുഹമ്മദ് ആൻഡ് വൈശാഖ്, പിന്നെ ഷാജി നടുവിൽ, എല്ലാവരും അവരുടെ ഇൻറ്റൻഷൻ ഒരേ ഇൻറ്റൻഷനാണ്. ഈ പടം നന്നായിട്ട് നമുക്ക് ചെയ്യണം, ഈ പടം നമ്മുടെ എഫേർട്ടിൽ ഇത് ഒരു നല്ല എൻ്റർടൈനർ ആയിട്ട് മാറ്റണം. ഇതാണ് അവരുടെ ഒരു കോമൺ ഇൻട്രസ്റ്റ്. സോ വെൻ യു സീ ദാറ്റ് all these people come together and try to make a good film, and we can just sit there and learn a lot. അതാണ് എൻ്റെ ഭാഗ്യം.
ഓക്കെ. ഇതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഫൈറ്റ് ഒരുപാട് സീൻസുകൾ ഇപ്പോൾ നമുക്ക് കാണാനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൽ ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്ത ഫൈറ്റ് സീൻ എനിക്കൊന്ന് ഏതോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും ഇത് പറ്റിയിട്ടത് കാണിക്കുമെന്തോ പരിക്കുകളൊക്കെ പറ്റിയായിരുന്നു മമ്മൂക്ക്. ആ ടൈമിൽ ഉണ്ടായിരുന്നെങ്കിലും അതെ അതെ ഞാൻ ഇപ്പൊ എനിക്ക് ഇപ്പൊ ഷൂട്ടില്ലെങ്കിലും ഞാൻ അവിടെയൊക്കെ ഒന്ന് വായി നോക്കിയിരിക്കുവായിരുന്നു. കാരണം ഇതൊക്കെ ഇങ്ങനെ പരിപാടി ഒക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് എഫേർട്ട് ഇട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഇതിനു മുമ്പ് നമുക്ക് ഈ ജോണറിൽ ഒരു പടം ചെയ്ത ഷൈലോക്ക് ആയിരിക്കും. ഈ ഒരു കണ്ണൂർ സ്ക്വാഡിൽ ഒരുപാട് ഫൈറ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് അതിലും നമുക്ക് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടതാണ് ഓൾറെഡി. ഇതിൻ്റെ അകത്ത് അതിനേക്കാൾ കൂടുതൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഒരുപാട് നമുക്കൊരു ഡ്രൈവിംഗ് സ്കിൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഡ്രിഫ്റ്റിങ് അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് സീക്വൻസ് എന്തായാലും ഇത് ട്രെയിലറിൽ കണ്ടില്ല. അങ്ങനെ നമുക്ക് ഈ അടുത്ത കാലത്ത് ചെയ്തതിനേക്കാൾ രസമുള്ള പരിപാടികൾ. ഈ റിയൽ പരിക്കൊക്കെ പറ്റിയത് അപ്പം ആ ടൈമിൽ എങ്ങനെ നമുക്ക് ഇപ്പം ഓരോ ആൾക്കാർ ടേക്കപ്പ് ചെയ്യുന്ന രീതികൾ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അത് പരിക്ക് പറ്റുമ്പോൾ എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. അതിനെയൊക്കെ മറികടന്ന് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ടിനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്കൊക്കെ അറിയാം. ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളല്ലേ. അപ്പോൾ അത് നമ്മുടെ ഇൻപുട്ട് എത്രത്തോളം കൊടുക്കുന്നു, ഔട്ട്പുട്ട് എത്രത്തോളം രസമായിരിക്കും. അത് അപ്പോൾ അത് നമുക്ക് ചെയ്തിട്ടുണ്ട്. അത് പടം കാണുമ്പോൾ ക്ലീൻ ആയിട്ട് ട്രെയിലറിൽ തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു ഇത് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. പടത്തിൽ കുറച്ചും കൂടി വലുതായിട്ട് കാണാൻ പറ്റും. ആ ട്രെയിലറിൻ്റെ ഒരു വലിയൊരു ക്യാൻവാസിൽ പടം കാണാം. ഈ മലയാളം പടം ആക്ച്വലി എത്രാമത്തെ പടം എന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? 3 പടം ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഒരു രുതിരം പടം, ഇത് 2ാമത്തെ പടം. രുതിരം ഒരു പടമുണ്ട് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഇത് ഫസ്റ്റ് ആക്ച്വലി റിലീസിംഗ് ഗസ്റ്റാണ്. അതെ. ഇന്നൊരു പടം അനൗൺസ് ചെയ്തിട്ടില്ലേ, അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. ഈ മലയാളം പഠിച്ചതും ആക്ച്വലി മലയാളം സിനിമ തീർച്ചയായിട്ടും വേണമെങ്കിൽ സിനിമ ഹെൽപ്പ് ചെയ്ത് അതിന്റെ കൂടുതൽ ഞാൻ പഠിച്ചത് എൻ്റെ ടെക്നീഷ്യന്മാർ പല പേരുകളിൽ ഇവിടുത്തെ ആൾക്കാരാണ്. എൻ്റെ ടോബിയില് പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ള അർഷദ് നാക്കോത്ത്, പിന്നെ റതീഷ് പുൽപ്പള്ളി മേക്കപ്പ് ആർട്ടിസ്റ്റ്, പിന്നെ റോൺ എക്സേവിയർ, പിന്നെ എൻ്റെ മ്യൂസിക് ഡയറക്ടർ മിഥുൻ മുകുന്ദൻ, എല്ലാവരും ഇവിടുത്തെ ആൾക്കാരാണ്. സോ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി എനിക്ക് സെറ്റായി. പിന്നെ ഈ സെറ്റിൽ ആഷിഖുണ്ട്, എൻ്റെ രുദ്രാമിന്റെ സെറ്റിൽ യദുശ്യാമുണ്ട്. സോ അവരെല്ലാരും ചേരിട്ട് എല്ലാരും കൂടിയിട്ട് എനിക്ക് കുറച്ചും കൂടി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നല്ല ഗംഭീരമായിട്ട് മലയാളം പറഞ്ഞായിരുന്നു. ഓക്കെ ആയിരുന്നു. കുറച്ചും കൂടി സെറ്റായി വരുന്നു. ഒരു ഹാഫ് മല്ലു ആയി. റോണക്ഷൻ ഇത്തവണത്തെ കേരള ക്രിറ്റിക്സ്. അതുപോലെ തന്നെ ഈ കണ്ണൂർ സ്ക്വാഡിലാണെങ്കിലും അതിലെ ഫൈറ്റിന്റെ പരിപാടികൾ നോക്കുകയാണെങ്കിലും കുറെ അധികം പഠിക്കേണ്ടിയിരുന്നല്ലോ. കുറെ എനിക്കൊന്ന് അങ്ങനെ കുറെ മെത്തേഡ്സ് പഠിച്ചിട്ടില്ലായിരുന്നു. അത് എന്റെ ഒരു ഫിറ്റ്നസിന്റെ ഭാഗമായിട്ടും. കാരണം ഈ പടത്തിലേക്ക് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോ ആദ്യം ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിന് കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കാലിന് എനിക്കെന്തോ ഒരു കുഴപ്പമില്ല, അല്ലെ കുറെ ഓടാനും ചാടാനും ഒക്കെ ഉണ്ട്, വലിയ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത്. അതാണ് ആദ്യം എന്നെ റോബി വിളിച്ചു ചോദിക്കുന്നത്. എനിക്ക് യാതൊരു എത്ര വേണമെങ്കിലും ഓടാൻ കാലിസ്തനിക്സ്, ക്രോസ്തെറ്റിക്സ്, ചെറുതായിട്ട് ഈ തൈക്കൊണ്ടോടെ ബേസിക്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിനുവേണ്ടി അതെനിക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. സ്റ്റാമിന നമ്മൾ ഓടി അണക്കില്ല, പിന്നെ ഇഞ്ചുറീസ് ഉണ്ടാവരുത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു എനിക്ക്. സപ്പോസ് സംതിങ് ഹാപ്പൻസ് എഫക്ട്സ് ദ മൂവി ബിക്കോസ് ഐ എം പ്ലേയിങ് എ ഫുൾ ലെങ്ത് ക്യാരക്ടർ അല്ലേ. ആക്റ്റീവായിട്ട് ഇരിക്കുമ്പോൾ തന്നെ കുറച്ച് എന്തെങ്കിലും പറ്റിയാലും നമുക്കത് അതിന്റെ ഇത് ഇമ്പാക്ട് കുറവായിരിക്കും അല്ലേ, ആക്റ്റീവായിട്ട് ഇരിക്കുമ്പോൾ തന്നെ. അതെ 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 അങ്ങനെ കുറച്ച് പരിപാടികൾ. പിന്നെ ഡയറ്റ് നോക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര വലിയ പടം ചെയ്യുമ്പോൾ എൻ്റെ ഷേപ്പ് മാറരുതല്ലോ. അതാണ് ഞാനിങ്ങനെ പല ടൈപ്പ് ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ എൻ്റെ ഈ സീനിലത്തെ അതേ കണ്ടിന്യൂറ്റി തന്നെ എടുക്കുന്നത്. ഈ മാസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ അടുത്ത സീൻ അടുത്ത ആഴ്ചയായിരിക്കും എടുക്കുന്നത്. ഇപ്പൊ ഈ ടർബോയിലൊക്കെ പ്രത്യേകിച്ച് അങ്ങനെയാണ്. കണ്ണൂർ സ്ക്വാഡിൽ കണ്ടിന്യൂസ് ഷൂട്ട് ഉണ്ടായിരുന്നു. കുറെ നമ്മൾ 4 പേര് ഒരുമിച്ചല്ലേ. ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ 104 ദിവസം ഷൂട്ട് പോയി ഈ സിനിമ. അപ്പോൾ 1ാമത്തെ ദിവസം തൊട്ട് എനിക്ക് ഷൂട്ടുണ്ട്. എനിക്ക് 104 ദിവസം ഷൂട്ടില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഫിസിക്ക് ഞാൻ കൊണ്ടുപോകണ്ടേ 3 മാസം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, ഓൾമോസ്റ്റ് 4 മാസം 3.5 മാസത്തോളം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. അതൊക്കെയാണ് വലിയ പടങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പൊ അതൊക്കെ കുറച്ച് ശ്രദ്ധിക്കുക. ഞാൻ പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നത്. അപ്പൊ അതിൽ ഇപ്പൊ ഞാൻ പരമാവധി ശ്രദ്ധിച്ചാലേ എനിക്ക് അത് പഠിക്കാൻ പറ്റുള്ളൂ. ആ രീതി നോക്കുമ്പോൾ കണ്ണൂർ സ്ക്വാഡ് ശരിക്കും ഒരു ടീച്ചിങ് തന്നെയായിരുന്നില്ല അതിന്റെ. അപ്പൊ കാരണം നമ്മൾ ഗംഭീരമായിട്ട് അതും അതെ ഇതും അതെ ഭയങ്കരമായിട്ട് അതെ. ഇതിൻ്റെ അകത്ത് ഒരുപാട്
ഓഫ് കോഴ്സ് കണ്ണൂർ സ്ക്വാഡിൽ മമ്മൂക്കയോടൊപ്പം സ്പെൻഡ് ചെയ്തിട്ടുള്ള ദിവസങ്ങളെല്ലാം ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക എന്നുള്ള മമ്മൂക്കയുടെ വേ ഓഫ് അപ്രോച്ച് ടുവേർഡ്സ് സിനിമ തന്നെ നമുക്ക് വലിയൊരു പാഠമാണ്, വലിയൊരു എക്സാമ്പിളാണ് നമ്മുടെ മുമ്പിലോട്ട് വെക്കുന്നത്. പുതിയതായിട്ടുള്ള ആൾക്കാർക്കും മമ്മൂക്കയുടെ ഏജിലുള്ള ആക്ടേഴ്സിനും എല്ലാവർക്കും ഒരു വലിയൊരു എക്സാമ്പിൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരാളാണ് മമ്മൂക്ക. ഇതിൽ എനിക്ക് മമ്മൂക്കയുടെ ഒപ്പം തന്നെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും ഉള്ള വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ഇതിൻ്റെ അകത്തുണ്ട്. വൈശാഖ് ഏട്ടൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ക്യാരക്ടറിന് എങ്ങനെ വേണം ചെയ്യാൻ. ഒരു കൊമേഴ്ഷ്യൽ ഫിലിമിൽ എന്തൊക്കെയാണ് അതിൻ്റെ മേക്കിങ്ങിൻ്റെ സ്റ്റൈലിലാണെങ്കിലും അതെ ആക്ടിങ്ങിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതൊക്കെ ഇത്രയും, കാരണം അതൊക്കെ പയറ്റി തെളിഞ്ഞിട്ടുള്ള ഒരാളാണല്ലോ. ഒരുപാട് മലയാളത്തിലെ ആദ്യത്തെ 100 കോടി പടവും 150 കോടി പടമൊക്കെ മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ള ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ എന്നായിരുന്നു 2018 എന്ന് പറഞ്ഞൊരു സിനിമ വരേണ്ടി വന്നു. 2018 ബ്രേക്ക് ഒരു വർഷത്തിനുള്ളിൽ മഞ്ഞുമ്മൽ ബ്രേക്ക് ചെയ്തു. ഇപ്പം ആണെങ്കിൽ എല്ലാ മാസവും 100 കോടി പടങ്ങളാണ്, നല്ല പടങ്ങൾ. അത് വെരി ഹാപ്പി ന്യൂസ്. നമ്മൾ ഒരിക്കലും 100 കോടി പടങ്ങൾ ചിന്തിക്കാതിരുന്ന ഒരു സമയത്ത് അതിന്റെ ഓൾമോസ്റ്റ് 100 കോടിക്ക് അടുത്ത് വന്നത് പ്രേമമായിരുന്നു. പിന്നെ അതിന്റെ ഇഷ്യൂവും ഇതൊക്കെയായി മാറി. പിന്നെ ആദ്യത്തെ മലയാളത്തിലെ 100 കോടി തന്ന 150 കോടി തന്ന ഒരു സംവിധായകന്റെ ഒപ്പം വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എന്താ പറയാ ഒരു ഡ്രീം കം ട്രൂ പറഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു. ഇതും ആവട്ടെ, പിന്നെ ആവണം കാരണം അത്രയ്ക്ക് ഇതിന്റെ പുറകിൽ ഈ ഒരു ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ആവണം. ഈ പടത്തിൽ അത്രയും എഫേർട്ട് ഞങ്ങൾ എല്ലാവരും ഇട്ടിട്ടുണ്ട്, വൈശാഖേട്ടൻ്റെ എഫേർട്ട് ഉണ്ട്. പിന്നെ ഈ ജോണർ നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ 23-ാം തീയതി പ്രേക്ഷകരാണ് വിധി എഴുതുക. തീർച്ചയായിട്ടും അതെ, ഇലക്ഷന് പോകുന്നതല്ല, ശരിക്കും ഇലക്ഷനിൽ പങ്കെടുക്കുന്ന പോലെയാണ്. തലേദിവസമൊക്കെ അതെ, ഒരു ഡോഗ് ലവർ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിലെ ഒരു ഫ്ലഷ് അടിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഡോഗ് ഫ്ലഷ് അടിക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് അതിനെ പല രീതിയിൽ കൺസീവ് ചെയ്യാമല്ലോ, ടേക്ക് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് നോർമലി അത് വേണ്ട, ഇപ്പം പൊട്ടി സീറ്റിൽ ഡോഗ് ഇരിക്കുന്ന ഒരു പരിപാടി. അപ്പോൾ അത് ആക്ച്വലി അതൊരു ഇൻസ്റ്റന്റ് പരിപാടി ആയിരുന്നു അല്ലെ? അതെങ്ങനെ ഒരു ഗ്രൂപ്പ് തിങ്കിങ് ആയിരുന്നു ആ ഒരു സീൻ? ഇത് 777 ചാർലിയുടെ എൻ്റെ ഡയലോഗ് അത് ആക്ച്വലി ഡയറക്ടറുടെ ഒരു സജഷൻ ആയിരുന്നു. സോ വെൻ സംബഡി കംസ് ആസ് എ പെറ്റ് പേരന്റ് ദേ വിൽ ആസ്ക് is the dog potty trained, and he wanted me to write the dialogue. And then he said then he will answer that yeah it is potty trained. So as a character, I saw my character as overselling in the whole film. It oversells something. There are people like that, they give, and I wanted if I want to reflect that, then I need to tell. Then I wrote the dialogue. No, it doesn't even. It goes to the toilet and it is potty trained. It does in the toilet and also flushes. That's all. So then she calls him, then she calls him after taking the dog, she calls the veterinarian calls the hero character. I am getting this call that dog is not flushing. What was it was a 777 Charlie. Charlie breed? അത് ലാബ്. ഞാനിത് ഇതുകൊണ്ടാണ് അതിന്റെ ക്ലൈമാക്സ് എനിക്ക് അറിയാവുന്ന ഡോഗ് ലവർ ആണല്ലേ. ട്രോമ ഹാച്ചിക്കോവിന് ഇപ്പോഴും ഒരു ട്രോമയാണ് ചെറുപ്പത്തിൽ കണ്ടാണ്. സോ അതുകൊണ്ട് ആ പടം കാണാൻ ഇത്ര ഹിറ്റ് ആയതുകൊണ്ട് അതും കൂടി സഹിക്കാൻ വയ്യ. പെട്ടെന്ന് നമ്മളെ ഡോഗ് ലവർ ആണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് നമ്മളെ മൈൻഡ് അത് ഇമോഷണൽ ആക്കുകയും ചെയ്യും. അത് ഏത് രോഗമാണെങ്കിലും. അയ്യോ ഡോഗ് ഇസ് എ ഡോഗ്. ആ ഡോഗ് ശരിക്കും മനുഷ്യൻ ഡോഗാണ്. ശരിക്കും മനുഷ്യൻ അത്രയും സ്നേഹമൊന്നും മനുഷ്യരിൽ നിന്ന് കിട്ടൂല. നമ്മൾ എന്തൊക്കെ ചീത്ത പറഞ്ഞാലും അടിച്ചാലും പിന്നെ അവര് വരും. ഭയങ്കരമാണ്. എനിക്ക് ഇപ്പോൾ ഉണ്ട്, പക്ഷെ എൻ്റെ അവിടെ ഡോഗ് ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ഞാൻ എപ്പോഴും ഷൂട്ടും ഇതുമായിട്ട് നടക്കുന്നതാണ്. പിന്നെ ആ ഡോഗിനൊരു ട്രോമ ഞാൻ കൊടുക്കരുത്. അതൊരു അവർക്കൊരു പ്രശ്നമാണ്, സൈക്കോളജിക്കലി പ്രശ്നമായിട്ട് വരും. അപ്പോൾ വീട്ടിലത് എനിക്കത് ആ ഇമോഷണൽ കമ്മിറ്റ്മെന്റ് വേണ്ട ഒരു ഏരിയ ആയതുകൊണ്ട് ഞാൻ ഡോഗിനെ ഒന്നും വെച്ചിട്ടില്ല. പക്ഷെ വീട്ടിൽ 2 പൂച്ചക്കുട്ടികളുണ്ട്. നമുക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിൽ ഡോഗിനെ വെച്ചിട്ട് ഒരു കാര്യം ഭയങ്കര പ്രശ്നമാണ്. ഇവര് തന്നെ ഓൾമോസ്റ്റ് എൻ്റെ കൺമണിയും ബ്രൂസിലിയും അവര് ഏകദേശം ഡോഗ്സിനെ പോലെ തന്നെയാണ്. ഞാൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു കംപ്ലൈന്റും അതൊരു വിഷമവും ബുദ്ധിമുട്ടൊക്കെ അവർക്കും പറയും. അതുപോലെ ഇപ്പം മലയാളം മൂവീസ് ഇപ്പം നോക്കുവാണെങ്കിൽ യു ഫ്രം കന്നഡ ബട്ട് സ്റ്റിൽ മലയാളം മൂവി നോക്കുവാണെങ്കിൽ എല്ലാം ഗംഭീരമായിട്ടുള്ള മൂവികൾ വരുന്നു. ആൻഡ് എപ്പോഴും രാജ്ബ്രോ തന്നെ പറഞ്ഞൊരു കാര്യമാണ് യുവർ ഫേവറേറ്റ് ആക്ടർ. തീർച്ചയായിട്ടും ഫഹദിൻ്റെ ഐസിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഫഫയുടെ ആക്ടിങ് നോക്കുമ്പോൾ ഹിസ് ഐസ് ഒരു വെരി എക്സ്പ്രസീവ്. അപ്പോൾ അബൌട്ട് ഫഫ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി നോക്കുകയാണെങ്കിൽ ആവേശം, എങ്ങനെ ആവേശം കണ്ടിരുന്നോ?
ആവേശിന്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഞാൻ മീറ്റ് ചെയ്തിരുന്നു ആ ടീം. അതെന്താ വെച്ചാൽ ആ ക്യാരക്ടർ ബാംഗ്ലൂരിയൻ അതുകൊണ്ട്, ഐ മീൻ ലൈക്ക് ബിക്കോസ് ഹി വാസ് എ ബാംഗ്ലൂരിയൻ, so they wanted like small suggestions, that's all. So that is when they had met, and then they had narrated the story, and how he would like how Kannadiga would pronounce Malayalam, how he would speak Kannada. Those are the things they had asked in one meeting. That's all, like other than that, like slang എന്നൊക്കെ adilla, because in Kannada we think like that, and then we use the word. That's the reason. Of course, like it's a brilliant film because of the execution, because of the performance, and because of everything. The film became what it is today. Like you cannot put it in one genre. Rather than it's a very new experiment which succeeded in a great way, but it actually reinvented the same genre in a different way. I think you need to have a lot of courage. Like it was a kind of a parody to the mass film, okay? Because the character looked very macho, but you were in doubt whether this character is a macho character or not. Caricaturist. അത് parody. അത് കുറച്ചുകൂടി mass ഒരു spoof പോലെ ഇരിക്കും. അതൊരു നല്ല അത് ചെയ്യുമ്പോൾ ഒരു നല്ല ഒരു കൺവിക്ഷൻ വേണം. അത്ര കൺവിക്ഷൻ നമുക്കത് ചെയ്യാൻ പറ്റുക. അതുകൊണ്ടാണ് അത്ര റീച്ച് ആയത്. രൺബീർ കപൂർ തന്നെ പറഞ്ഞില്ലേ പടം ഫഹദ് പെർഫോമൻസ്. പിന്നെ IPL മറ്റേ സുനിൽ നരേൻ തൊട്ട് അശ്വിൻ തൊട്ട് നോക്കുമ്പോ അവരുടെയൊക്കെ പേജില് കരിങ്കാളി അങ്ങനെ നോക്കുമ്പോ എനിക്ക് തോന്നുന്നു ശബരീഷിന്റെ വൈഫ് അതിന്റെ പ്രൊഡക്ഷൻ ഡിസൈനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അശ്വിനി. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എന്തായാലും തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ സെറ്റിലും പോകാറുണ്ടായിരുന്നു. ആവേശം ഷൂട്ട് നടക്കുമ്പോൾ ഞാൻ അവിടെ പോയി. ഞങ്ങള് കണ്ണൂർ സ്ക്വാഡും ആവേശമൊക്കെ ഏകദേശം ഒരേ സമയത്താണ് തുടങ്ങുന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും 3 മാസത്തോളം കണ്ടിട്ടില്ല. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാര് തന്നെ മറന്നുപോയി. അപ്പൊ ഇടയ്ക്ക് അതായത് അവൾക്കെന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് 5 സെറ്റിന്റെ പണി നടക്കും. നാളെ ഇവിടുത്തെ ഷൂട്ട് അതിന്റെ ഒപ്പം തന്നെ അവളും ലേറ്റ് ആയിട്ട് ആവേശത്തിൽ ജോയിൻ ചെയ്തത്. അപ്പം വളരെ ഹെക്റ്റിക് ആയിരുന്നു. മയൂരി ബാർ പോലെ ഒരു ബാറൊക്കെ ഉണ്ടാക്കുക, എല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. എല്ലാം അതെ, സ്ട്രക്ചേഴ്സ് അവിടെ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ എവറിത്തിങ് ക്രിയേറ്റഡ്. എല്ലാം മറ്റേ രംഗണ്ണന്റെ ബർത്ത്ഡേയില് മൊബൈൽ സ്വിമ്മിംഗ് പൂൾ, മൊബൈൽ മയൂരി ബാർ, അങ്ങനെ സെറ്റപ്പുകൾക്ക് ഭയങ്കര വലിയ വലിയ സെറ്റപ്പുകളാണല്ലോ. എനിക്ക് അശ്വിനി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് തേടി എടുക്കാൻ പറ്റിയ ഒരു കാരണം അവിടെ മയൂരി എന്നുള്ളൊരു ആ ഒരു അതിനുവേണ്ടി ഒരുപാട് ലോക്കൽ ബാറൊക്കെ പോയി കാണേണ്ടി വന്നു. അതിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ അതൊന്നും എവിഡന്റ് ആണല്ലോ. റേഡിയോയില് എന്തോ ഇതിന്റെ ഒരു ബൈറ്റിന്റെ ടൈമിൽ അങ്ങാണ്ട് അത് പറഞ്ഞു. അതെ അതെ, ക്ലബ് എഫിലെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് ഈ അടുത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇത് പടം ഞങ്ങൾ ഒരുമിച്ച് പോയി പടം കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഉഗ്രം അടിപൊളി പറക്കും നമുക്ക് പറയാൻ തോന്നില്ല. എനിക്ക് അതിന്റെ ഇടയ്ക്ക് അതിനെ തൊട്ട് മുമ്പ് മഞ്ഞുമൽ ബോയ്സിൽ അജയൻ ചേട്ടനായിട്ട് ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു. അതെന്തായാലും ആ ഗുണാക്ക് അന്ന് ഗുണ ശരിക്കും അവിടെ കേവിൽ പോയി ഷൂട്ട് ചെയ്തതാണല്ലോ. അത് അങ്ങനെ റീക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു അല്ല. അതെ, അജയൻ ചാലശ്ശേരി അതേപോലെ തന്നെ ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുള്ളൊരു വർക്ക് തന്നെയാണ്. അതിൽ ഹ്യൂജ് ക്ലാപ്സ്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ക്ലാപ്പ് ഗോസ് ടു ടെക്നിക്കൽ സൈഡിൽ അശ്വിനിക്ക്. ബിക്കോസ് ഓഫ് ഷീ ഈസ് മൈ വൈഫ്. ഒരു ഹായ് പറയണം കേട്ടോ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ഇതും ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പ്രേമത്തിൽ വർക്ക് ചെയ്യുന്ന ടൈമില് ടെൻഷൻ ഡബിൾ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ആക്ടിങ് ചെയ്യുക, അതിന്റെ കൂട്ടത്തിൽ തന്നെ ആ ഒരു ലിറിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് പലപ്പോഴും ആ ഒരു അഭിനയിക്കേണ്ട ഏരിയ തന്നെ മറന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡയലോഗ് വരെ ചില സീൻസ് ഒക്കെ എനിക്കിപ്പോ കാണുമ്പോൾ അന്നത്തെ ടെൻഷനിൽ ചെയ്ത ഇതാണെന്നുള്ളത് പുറത്ത് അറിയില്ലായിരിക്കാം. പേഴ്സണലി നമുക്ക് അങ്ങനെ തോന്നുമല്ലോ. അത് അന്നത്തെ ഞാനൊന്ന് എഴുതി പഠിക്കുന്ന സമയം, സ്റ്റാർട്ടിങ് പരിപാടി. അതെ, ഞാൻ ആദ്യമായിട്ടാണല്ലോ പടത്തിൽ ഒരു എഴുതുന്നത്. അപ്പൊ അത് ക്ലീൻ ആയിട്ട് എഴുതുക എന്നുള്ള ഒരു അതിന്റെ ടെൻഷൻ. രാവിലെ 6 മണിക്ക് എണീറ്റ് ഷൂട്ടിന് പോകണം, അതിന്റെ ടെൻഷൻ. പിന്നെ രാജേഷ് കറക്റ്റ് ടൈമിൽ ഇതൊന്നും തരില്ല എന്നുള്ളതിന്റെ അവന്റെ വക വേറെ ടെൻഷൻ. അവൻ ഇതെല്ലാം ലേറ്റ് ആക്കിയാണ് ഇത് തരുന്നത്. അപ്പൊ അതിന്റെ എല്ലാത്തിന്റെയും ടെൻഷൻ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ അതങ്ങനെ ഞാൻ പിടിക്കാറില്ല. ഇപ്പൊ ഷൂട്ടുള്ള സമയത്ത് ഞാൻ എഴുത്തിന് ഇരിക്കാറില്ല. അല്ലെങ്കിൽ പിന്നെ അതിനേക്കാളൊക്കെ ആ ഒരു ഫസ്റ്റത്തെ സ്റ്റെപ്പ് കഴിഞ്ഞല്ലോ നമ്മൾ. ഇപ്പം ഞാൻ വലിയ റൈറ്ററായി എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ സ്റ്റിൽ അത് ഹാൻഡിൽ ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു. അത് 7 പാട്ടുകൾ എഴുതി കഴിഞ്ഞു. പിന്നെ അടുത്ത എൻ്റെ സെക്കൻഡ് പടം നാം എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ 7 പാട്ടുകൾ എഴുതി. പിന്നെ കുറെ പടങ്ങൾ ചെയ്തല്ലോ, 50 പാട്ടുകൾക്ക് മുകളിൽ ചെയ്തിട്ടുണ്ട്. അത് വളരെ ചെറിയൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. ബട്ട് അഗെയിൻ നമ്മളിപ്പം സൈൻ ചെയ്താൽ ഇത് വെരി ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക്
അല്ലെങ്കിൽ ആ ഒരു ഇപ്പോൾ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റാർട്ടിങ് പ്രോസസ്സ് അല്ലെങ്കിൽ ആ ടൈമിൽ ഈവൻ ആക്ടിങ്ങും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പോൾ അതിലൊരു മെമ്മറി നോക്കുവാണെങ്കിൽ ഏതായാലും ഇപ്പോൾ ഏതെങ്കിലും ഒരു സീൻ ചെയ്ത ടൈമിൽ ചിലപ്പോൾ ഡയലോഗ് മറന്നായിരിക്കാം, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ചിരിച്ചായിരിക്കാം, അങ്ങനെ ഒരു മെമ്മറി. അങ്ങനെ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. പക്ഷേ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ലൈഫിൽ ഭയങ്കര ഹാപ്പി, അതായത് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ എന്നുള്ളൊരു അവസ്ഥ വന്നത് നേരത്തിന്റെ സക്സസ് ആയിരുന്നു. നേരത്തെ അത് എസ്പെഷ്യലി പിസ്ത എന്ന് പറഞ്ഞ പാട്ട് ഹിറ്റായതായിരുന്നു. പ്രേമം അതിനേക്കാളൊക്കെ ഡബിൾ ത്രിബിൾ ഇതിലൊക്കെ റീച്ച് ആയിട്ടുള്ള പടം തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ ആദ്യത്തെ കുട്ടിയോടുള്ളൊരു അതുപോലെ നേരത്തിന്റെ ഒരു സക്സസ് ഭയങ്കര ഇപ്പോഴും ആലോചിക്കുമ്പോൾ അത് എന്താ പറയുക, അത് ആ സമയത്ത് ഒന്നുമല്ല, ഞങ്ങളാരും ഒന്നുമല്ല, അത് നിവിൻ പോലും അല്ല. നമ്മൾ പ്രേമം എന്ന് പറഞ്ഞ പടം അനൗൺസ് ചെയ്യുമ്പോൾ അൽഫോൺസ് ഇട്ട പോസ്റ്റ് ആ സമയത്ത് നിവിൻ ഇത് കളിക്കുമായിരുന്നു, CCL ഇത് കളിക്കുമായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ മാച്ചിനും പോവുമായിരുന്നു. അപ്പം നിവിൻ പോളി എന്ന് കറക്റ്റായിട്ട് പറയൂലായിരുന്നു ആരും, നിതിൻ പോളി, നവീൻ പോളി. അപ്പം നമ്മൾ പ്രേമത്തിന് അൽഫോൺസ് പോസ്റ്റ് ഇട്ടത് എൻ്റെ പുതിയ പടം, രണ്ടാമത്തെ പടം പ്രേമം എന്നാണ് ടൈറ്റിൽ ചെയ്തിരുന്നത്. ഇതിലെ നായകൻ്റെ പേര് നിതിൻ പോളി അല്ല, നവീൻ പോളി അല്ല, നിവിൻ പോളി എന്നാണ് പറയുന്നത്. അതായത് അന്നും അപ്പം നേരം ഇറങ്ങി, തട്ടത്തിൻ മറയത്തൊക്കെ ഇറങ്ങി, കുറച്ചൊക്കെ നിവിൻ നേരത്തിൻ്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ഒന്നുമല്ല, അത് 5Dയിൽ എടുത്ത പടമാണ് നേരം എന്ന് പറയുന്നത്. നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു നേരം എന്ന് പറഞ്ഞാൽ, അതാണ് പിന്നെ വലിച്ചു നീട്ടി ഫിലിം ആക്കിയത്. നോട്ട് ലൈക്ക് പ്രേമം, ബട്ട് സ്റ്റിൽ ആ പടം ഡിസർവ് ചെയ്യുന്ന ഒരു ഇതിലേക്ക് എത്തി. പിന്നെ പല പല ലാംഗ്വേജിലേക്ക്, കന്നഡയിൽ റീമേക്ക് ചെയ്തു, മറാഠിയിൽ റീമേക്ക് ചെയ്തു, അങ്ങനെ ഹിന്ദിയിൽ ചെയ്തിട്ടില്ല, അങ്ങനെ ഒക്കെ 2-3 ഭാഷകളിലേക്ക് അത് റീമേക്ക് പോയില്ല. അത് അത്യാവശ്യം പിസ്ത എന്ന് പറഞ്ഞ പാട്ട് അതിന്റെ മാക്സിമത്തിലേക്ക് പോയി, ഒരുപാട് ആൾക്കാർ കേൾക്കുന്ന ഇതിലേക്കൊക്കെ പോയി. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം, ഭയങ്കര വലിയൊരു മെമ്മറി എന്ന് പറഞ്ഞാൽ. അതിപ്പോഴും ആ പാട്ട് എഴുതിയതും അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസും. ആദ്യത്തെ സിനിമയുടെ ആ ഒരു ചെന്നൈയിൽ അൽഫോൺസ് എപ്പോഴും പടം എടുക്കുന്ന താമസിക്കുന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ അൽഫോൺസ് താമസിച്ചിരുന്ന ആ ശിവരാജ് ഗസ്റ്റ് ഹൗസിൽ തന്നെയായിരുന്നു നായകനായിട്ടുള്ള വെട്രി അല്ലെങ്കിൽ മാത്യു എന്ന് പറഞ്ഞ ക്യാരക്ടറും താമസിക്കുന്നത്. അവിടെ തന്നെയാണ്. പ്രേമവും ഞങ്ങൾ താമസിച്ചിരുന്ന ഞങ്ങൾ ചീട്ടൊക്കെ കളിക്കുന്ന അതില്ലേ, അത് അവിടെയായിരുന്നു ഞങ്ങൾ പ്രീ പ്രൊഡക്ഷന് വേണ്ടി താമസിച്ചിരുന്നത്. അത് മുകേഷ് മുരളീധരൻ എന്ന് പറഞ്ഞ നമ്മുടെ DOP ഉണ്ട് മലയാളത്തിൽ, ഞണ്ടുകളൊക്കെ ചെയ്ത ഒരുപാട് പടങ്ങൾ, ഉയരൊക്കെ ചെയ്ത അവൻ്റെ തറവാടാണ്. ഇപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെയാണ് വീടുള്ളത്. അപ്പോൾ താമസിക്കുന്ന സ്ഥലത്തും അങ്ങനെ ചെയ്തു. ഗോൾഡും അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ ആ വീട് ഞങ്ങൾ ആ പടത്തിന് മുമ്പ് എടുത്തിരുന്നതാണ്, അവിടെ തന്നെയാണ് പ്ലേസ് ചെയ്തത്. അപ്പോൾ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിരുന്നു ആ കാര്യം. പിന്നെ നമ്മളെല്ലാവരും സ്കൂൾ തൊട്ട് പഠിച്ചു വളർന്നവർ, ഒരുമിച്ച് സ്വപ്നം കണ്ടതും എല്ലാവരും ആയിരുന്നു. അത് അങ്ങനെ ഒരു ടീം നമ്മളൊരിക്കലും ടീം ഉണ്ടാക്കിയതല്ല, അത് ഉണ്ടായി വരുന്നതാണ്. ഒരേ സ്വപ്നം കാണുന്ന ആൾക്കാർ ഒരേ വഴിയിൽ സഞ്ചരിച്ച് അതിൻ്റെ ഒരു മുമ്പിൽ ചൂട്ട് പിടിച്ച് നടന്ന അൽഫോൺസ് ആണ്. ഒബ്വിയസ്ലി ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യാനും ആദ്യത്തെ ഷോർട്ട് ഫിലിം തൊട്ട് ഞങ്ങളെല്ലാവരും ഒപ്പമുണ്ട്, ഇപ്പോഴും ഒപ്പമുണ്ട്. അപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ തിരിച്ചു വരും. ഇതിൽ ഫൈറ്റിംഗ് സീൻസ് എനിക്കിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നെഗറ്റീവ് പരിപാടിയാണല്ലോ. അപ്പം ഹൗ വാസ് അതിലൊരു എസ്പെഷ്യലി വിത്ത് മമ്മൂക്ക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക്, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഫൈറ്റിംഗ് സീൻസ്? ഓഫ് കോഴ്സ് അല്ലേ, how the fight is, you need to watch it in theater. Of course, yeah. But I think everybody has given the best that they can give in every part of the department, especially action of this film. Like to make it as big and as impactful as possible. ഇപ്പൊ കാണുമ്പോൾ അതറിയും, ട്രെയിലറിൽ അറിയും അത്, അതിന്റെ ഒരു ഇമ്പാക്ട്, അതിന്റെ പേസ് അതെല്ലാം ഉണ്ട്. ഇപ്പോൾ I am too excited, I am also excited to watch the film in the sense they asked me to watch the film, like mixing has been done, do you want to watch? I said no, I want to watch it in theater like a fan, like a fanboy of Mammootty sir. I just want to watch how is it to feel the response with all the people. So I'm just waiting to see the film. ഓക്കെ. ഇപ്പോൾ സെറ്റിലാണെങ്കിലും ആ ആക്ഷൻ്റെ ടൈമിൽ റിയലായിട്ട് നമുക്ക് ആ ഫൈറ്റ് ചെയ്യുന്നത് ഇതും അത് നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ്. അപ്പം വി ഹാവ് ടു ഓൾസോ പെർഫോം അറ്റ് ദ സെയിം ടൈം. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഓൺലൈൻ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ ഞാൻ പോയിട്ട് അവിടെ കാണും. സോ സ്പോട്ടിൽ കാണും. അവിടെ കാണുമ്പോൾ മമ്മൂട്ടി സർ ഇങ്ങനെ വരും, എന്താ അല്ല അത് ഫൈറ്റ് തിയേറ്ററിൽ കണ്ടാൽ മതി. ബട്ട് ഐ ആം നോട്ട് ഏബിൾ ടു സ്റ്റോപ്പ്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു സീ വാട്ട് ഈസ് ഹാപ്പനിങ്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു സീ. അതെന്താ വെച്ചാൽ ഒരു ഓർഡിനറി ഫ്രെയിമും എക്സ്ട്രാordinary, he can make it extraordinary just by his presence. The way if he comes and stands there and gives a look,
it has such a dynamic, it has such power. So I just wanted to like, you know, see how they are stitching together, how it is happening. Because for me it is a learning. അവരുടെ പെർഫോമൻസ് പിന്നെ ഇവരുടെ എഡിറ്റ് many a time Shamir used to come to the set so that like, you know, the fight can look exactly the way it will look in the final. Then because Mammootty sir was not getting convinced otherwise, like, you know, I want to see the final product, show me the final product. Then like, you know, you need to call the editor, then he will work. Then we want to see what the, and I can see that like, you know, these big technicians making magic and miracle in front of you. Who wouldn't want to, like, you know, I would just sit and like watch and like they are all standing and like, you know, അങ്ങനത്തെ ടെക്നീഷ്യൻസ് ആണ്. ഇപ്പൊ ഷമീർ ഹൈദരാബാദിന് ഷട്ടിൽ അടിക്കായിരുന്നു. ഷമീറാണ് ഇതിന്റെ ശങ്കർ സാറിന്റെ പടത്തിന്റെ അല്ല, ഇന്ത്യന്റെ അല്ല, തെലുഗു മൂവി, രാംചരൺ മൂവി ഷമീറാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി. അപ്പോ ഒരു നിസ്സാരക്കാരനല്ല ഷമീർ, ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ പുള്ളിയുടെ ഒരു ഈ ഫൈറ്റ് സീക്വൻസിലൊക്കെ ഷമീറിന്റെ അത് ട്രെയിലറിലെ തന്നെ കട്ട്സ് ഭയങ്കര ഇതാണ്. അതിന്റെ ഷമീറിന്റെ ഇൻപുട്ട്, ആ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഇങ്ങനെ വരാൻ കാരണം മെയിനായിട്ട് അതിന്റെ ഫിനിക്സ് പ്രഭു, ഓഫ് കോഴ്സ് വൈശാഖേട്ടൻ, ഇതെല്ലാം ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള വൈശാഖേട്ടൻ, ഷമീർ, ഇവരുടെ ആ റിതം ശരിക്കും തീരുമാനിക്കുന്ന, ഇരുന്നിട്ട് ഇത് എങ്ങനെ വേണം എന്നുള്ളത് അങ്ങനെ പ്ലാൻഡ് ആയിട്ട് നമ്മളൊക്കെ എല്ലാവരെ കൊണ്ടും പണിയെടുപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുപ്പിച്ചിട്ടുണ്ടെന്നല്ലേ ശബരീഷ? ഇപ്പം നമ്മളൊരു വർക്ക് ചെയ്ത് അത് ആൾക്കാർ സ്വീകരിച്ച് കഴിയുമ്പോഴാണ് ആ വർക്ക് ചെയ്ത ക്യാരക്ടർ വഴി നമ്മൾ അറിയപ്പെടുന്നത്. പ്രേമത്തിൽ നോക്കുകയാണെങ്കിൽ ശംഭു എന്ന് പറഞ്ഞ ക്യാരക്ടർ, പക്ഷെ അത് മാറി വേറൊരു പേര് വിളി കിട്ടുക എന്ന് പറയുന്നത് വേറൊരു റെക്കഗ്നിഷൻ തന്നെയാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇത് ചാലഞ്ചും. അതെ, ഏറ്റവും വലിയ ചാലഞ്ച്. ശംഭൂന്ന് ഇപ്പോഴും വിളിക്കുന്നത് സന്തോഷമേ ഉള്ളൂ, പക്ഷെ അതിന്റെ മുകളിലേക്ക് വളരുക എന്നുള്ള എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള, അത് എന്റെ ഒരു ഗോളാണ്. അതെ അതെ, അത് ഞാൻ ആ ബൗണ്ടറി ഞാൻ അടിച്ച് 6 അടിച്ചേ പറ്റുള്ളൂ. 6 അടിച്ചു എന്നുള്ളതാണ് അതിന്റെ സന്തോഷം. ഇപ്പൊ നോക്കുമ്പോൾ ഷാഫി എന്നുള്ള ക്യാരക്ടർ റീച്ച് ആയിട്ടുണ്ട് വളരെയധികം നല്ല രീതിയിൽ. എങ്കിലും നോട്ട് ഫിൽഡ് അതെ, അത് ഉണ്ടാകും. ഞാനത് പല ആർട്ടിസ്റ്റുകളുടെ അടുത്തും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ തുടക്കം ഒരു പടത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു സെറ്റ് ആവാനുള്ളൊരു ഇതും ആ ക്യാരക്ടറിലേക്ക് കയറാനൊക്കെ ഒരു ടൈം എടുക്കും. അത് എൻ്റെ എക്സ്പീരിയൻസിന്റെ കുറവാണോ, എന്താണ് അതിന് വേണ്ടി ഞാനിനി ചെയ്യുന്നത്? മമ്മൂക്കി എടുത്ത് വെച്ചപ്പോൾ അത് എനിക്കും ഉണ്ട്. ആദ്യത്തെ ഒരാഴ്ച ഫസ്റ്റ് ഡേ വരുമ്പോൾ കുട്ടേട്ടൻ, നമ്മള് വിജയരാഘവൻ, അദ്ദേഹവും പറഞ്ഞത് ഫസ്റ്റ് ഡേ അങ്ങനെ തന്നെ നടക്കും. നമുക്ക് ചിലർക്കൊരു കഴിവുണ്ട്, പെട്ടെന്ന് നമുക്കൊരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തട്ടിക്കൂട്ടി നമുക്ക് സംഭവം ഉണ്ടാക്കി. ഇപ്പം അടി ഇടി തൊഴി റോക്ക് എന്ന് പറയുന്ന പരിപാടി. അതെ അതെ, അങ്ങനെ എപ്പോഴും സംഭവിക്കണമെന്നില്ല. ചില സമയത്ത് അത് ഹാപ്പൻ ചെയ്തേക്കാലോ. അതെ അതെ, ഈ പിസ്ത പോലെ തന്നെ സംഭവിച്ചതാണ് അതും. ജയ 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 ഹാവ് യു സീൻ ജയ 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 ജയ's climax song I performed. I wrote and I sang that fight scene, Darshana's fight. So that happened like scene contra and pista immediately it happened. അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് ഒരു പരിപാടി, എന്താ ഇവിടെ ബീറ്റ് ഉണ്ടായിരുന്നു, മറ്റേ അതൊക്കെ വെച്ച് എന്ത് ചെയ്യാന്നുള്ളതിന്റെ ഒരു ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള പെട്ടെന്ന് എനിക്കൊരു സാധനം വരണമെന്ന് പറഞ്ഞ് ഞാൻ എഴുതിയതാണ്. പെട്ടെന്ന് ഒരാട്ടം വന്നാലല്ല ഗാന്ധി അടിമുട്ടിക്ക് വിളിപ്പിച്ച് ശാന്തി തെറുതെറിപ്പിക്ക് പവർമേന്തി അടി ഇട്ടി തൊഴി റോക്ക്. അപ്പൊ അത് അപ്പൊ തന്നെ വിപിനെ വിളിച്ചു. വിപിനാണെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ സ്പോട്ടിൽ ഓടിയെത്തും. വിളിച്ചിട്ട് ഇതൊന്ന് കേട്ടു നോക്കിയെന്ന് പറഞ്ഞാൽ അവര് എല്ലാവരും ഹാപ്പി ആയി. എന്താ പറയുന്നതെന്നൊന്നും ലിറിക്സ് ഇതൊന്നും നോക്കണം, മീനിങ് ഒന്നും അതൊന്നുമില്ല. സൗണ്ടിങ് നൈസ്, സെറ്റപ്പ് അടിപൊളിയാണ്. പോരാട്ടം എന്നാലല്ല ഗാന്ധി അടിമുട്ടിക്ക് വിളിപ്പിച്ച് ശാന്തി തെറുതെറിപ്പിക്കും പവർമേന്തി അടി ഇട്ടി തൊഴി പക്ക തലയാണ് തൂക്കി വീശും തിരയാണ് നീ നീറും പകയാണ് നീ ഒരു ചുടല നടന നീ നിന്റെ അടിത്തട്ടങ്ങളുടെ പെട്ടകെട്ട ഇടയിൽ പെടുമെന്ന് കിട്ടിപ്പിടിച്ചിട്ടും പിടിച്ചിട്ടും പ്രചരിച്ചിട്ടും പടലിൽ പഞ്ച് സിംഗിൾ പഞ്ച് ഡബിൾ പഞ്ച് ട്രിപ്പിൾ പഞ്ച്. ആ സാധനമായിരുന്നു അതിന്റെ, അതൊരു കിടിലം പരിപാടി ആയിരുന്നു കേട്ടോ. അതെ അതെ, പിന്നെ പടം തന്നെ വലിയ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു.